മറ്റുള്ളവരുടെ ജീവിതത്തിൽ തന്നാൽ കഴിയുന്ന സഹായം ചെയ്യുകയും പരിമിതികൾക്കുള്ളിൽ നിന്ന് പരിസ്ഥിതിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന അനി എന്ന ഓട്ടോ ഡ്രൈവർ നമുക്കെല്ലാം മാതൃകയാണ്. ഇന്നത്തെ അതിഥിയിൽ അനിയുടെ വിശേഷങ്ങൾ. നിങ്ങൾ ഈ കാണുന്ന ഓട്ടോ വെറുമൊരു ഓട്ടോയല്ല. ഈ ഓട്ടോയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഓടുന്ന ഈ ഓട്ടോയുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് അനി, സാഗർ എലിയാസ് അനി. ഞാൻ മെഡിക്കൽ കോളേജിലാണ് വണ്ടി ഓടുന്നത്. ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം അയ്യങ്കാളി നഗറാണ്, ചെമ്പഴന്തിക്ക് ബാക്ക് സൈഡ്. ഞാൻ രാവിലെ അവിടെ നിന്ന് വരും, വൈകുന്നേരം ആകുമ്പം പോവും. പിന്നെ മെഡിക്കൽ കോളേജിൽ എല്ലാ RSS ആണ് കൂടുതൽ ഓടുന്നത്. പാവപ്പെട്ട ആൾക്കാരൊക്കെ എല്ലാം സഹായങ്ങളും കാര്യങ്ങളൊക്കെയാണ്. റൂമൊക്കെ എടുത്ത് കൊടുക്കുകയും പിന്നെ അവരെ കൊണ്ടുവന്ന് നമ്മൾ മെഡിക്കൽ കോളേജ് സ്റ്റാൻഡ് RSS മെഡിക്കൽ കോളേജ് ഇങ്ങനെയൊക്കെയാണ് ഉള്ള ഓട്ടങ്ങളാണ്. പിന്നെ നല്ല ഈ തൊണ്ടയൊക്കെ തുറന്ന് വരുന്ന ആൾക്കാരെ തമ്പാനൂർ വരെ കൊണ്ട് അയച്ചു കൊടുക്കും. ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും. ഇപ്പോൾ നമ്മളെ കൊണ്ട് കൂടുതലൊന്നും പറ്റില്ല. ഈ വണ്ടിയിലുള്ള വരുമാനം എനിക്കുള്ളൂ, വേറൊരു വരുമാനമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടോയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ തരം കാഴ്ചയാണ്. അപ്പം ഈ ഒരു ചെടി വളർത്തലിലോട്ട് വന്ന സാഹചര്യം അത് എന്ന് പറയുന്നത്, എനിക്കൊരു വെളിയിലുള്ള ആൾക്കാർ വിചാരിക്കും ഇതൊരു ഓട്ടോറിക്ഷ അല്ലേന്ന്. എന്നാൽ സത്യത്തിൽ ഇതെൻ്റെ ഒരു വീടാണ്. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വീട് സ്വന്തമായിട്ടില്ല. ഞാൻ ഇതിലാണ് കിടത്തത്. പിന്നെ അവിടെ അമ്പലക്കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുളിക്കാനും നനയ്ക്കാനൊക്കെ അവിടെ എല്ലാം കവർ ചെയ്യാം നമുക്ക്. അതുകൊണ്ട് ഞാൻ രാവിലെ വീട്ടിൻ്റെ അവിടെ വണ്ടി ഇടും, വണ്ടി കയറി കിടക്കും. നേരെ അമ്പലത്തിൽ പോയി കുളിച്ചിട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ മെഡിക്കൽ കോളേജിലോട്ട് വരും. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരെയും അറിയാമെന്നുള്ളതുകൊണ്ട് അവിടെ ചോറ കൊണ്ടുവരും. ആ ചോറൊക്കെ വാങ്ങി കഴിച്ചിട്ട് വണ്ടിയൊക്കെ ഓടി അങ്ങനെയൊക്കെ ഉള്ള ഒരു പോക്കാണ്. ഈ ഓട്ടോയിൽ ചെടി വെച്ച് തുടങ്ങിയിട്ട് എത്ര നാളായി? ഇതിപ്പോൾ ചെടി വെച്ച് തുടങ്ങിയിട്ട് ഞാൻ ഒരു 5 കൊല്ലമാവും. എത്ര ഇനം ചെടികളുണ്ട്? ഇപ്പം ഔഷധ സസ്യങ്ങളുണ്ട്. ഇതിൽ ഇപ്പോൾ നമ്മൾ ശംഖുപുഷ്പമുണ്ട്, തുളസിയുണ്ട്, മണി പ്ലാന്റ് ഉണ്ട്, നവരയില ഉണ്ട്. പിന്നെ കടലിൽ അകത്ത് കിടക്കുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇത് ഞാനിത് എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ വണ്ടിയിലെ ഒരു ചട്ടിയിൽ വെച്ച് അങ്ങനെ വളർത്തി വിടുകയാണ്. അങ്ങനെ ഇപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 3-4 മാസമായി. കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആദ്യം വളർത്തിയ ചെടി ഏതാണ്? ആദ്യം വളർത്തിയ 4 മണിയായിരുന്നു. അത് പോയി. അത് കഴിഞ്ഞ ശേഷം ഞാൻ ആലാണ് വെച്ചിരുന്നത്. ആല് ഇപ്പം വെച്ചിട്ട് 5 കൊല്ലമായി. 5 കൊല്ലം കൊണ്ട് ഈ ആല് നിൽക്കുകയാണ്. അത് വളർന്ന് വരുന്നതോറും ഞാൻ ബഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ വെച്ചിട്ട് ഏതാണ്ട് ഒരു 3 കൊല്ലത്തിനകത്തേ ആവുള്ളൂ. ഇനി ഒരു ചെടി ഇതിൽ വളർത്തണം, അത് തന്നെ വളർത്തണം. ഇനി അതെങ്കിലും നല്ല ഈ പടർന്നു പോകുന്ന ചെടികൾ അതിൻ്റെ തട്ടിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പാസഞ്ചർക്ക് കയറുമ്പോൾ അവർക്ക് തണുപ്പ് കിട്ടുകയും ചെയ്യും. നമ്മളെ വണ്ടിക്ക് വല്ലാതെ ചൂട് കേൾക്കുകയല്ല. അതിനു വേണ്ടിയുള്ള തട്ടിടണം. ഈ സസ്യങ്ങൾ മാത്രമല്ല, ഈ ഓട്ടോയിൽ ആകർഷിക്കുന്ന വേറെ ഘടകങ്ങളൊന്നും ചികിത്സാ സഹായത്തിന്റെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അവയവദാനത്തിന് പ്രാധാന്യം നൽകുന്ന കൊടുത്തൊരു സ്ത്രീയുടെ ഒരു ഞാനത് ചേച്ചി ചെമ്പഴന്തിയിലാണ് താമസിക്കുന്നത്. ഉദയരി അല്ല ചെമ്പഴന്തിയിൽ. ഇവര് വൃക്കയും മറ്റേ കണ്ണും അതും ഇതെല്ലാം കൂടെ ദാനം കൊടുത്തു. ഈ ദാനം കൊടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ചേച്ചി, ഒരു പാവപ്പെട്ട ചേച്ചിക്കാണ് ഇവർ കൊടുത്തത്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു മനസ്സുള്ള ഒരു ചേച്ചിയെ 10 ആളറിയട്ടെ എൻ്റെ വണ്ടി കയറുന്ന എല്ലാവരും കാണണം, അവരെ അറിയണം വേണ്ടി. ഇനിയുള്ളൊരു തലമുറയെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വേറെ ഒരു ജീവിതം കിട്ടുമല്ലോ എന്നുള്ളതിൽ അത് വെച്ചിരിക്കുന്നതാണ്. അത് എനിക്ക് വെച്ചിട്ട് നല്ലതാണെന്ന് തോന്നി അതങ്ങ് വെച്ച്. ഇനി ആരെങ്കിലും കയറി കഴിഞ്ഞാൽ ഇത് കണ്ടെങ്കിലും ചിലപ്പോൾ ചിലവർ കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടെ എന്നുള്ളതിലാണ് ഞാനത് വെച്ചേക്കുന്നത്.
അതുപോലെ തന്നെ ചികിത്സാ സഹായം എങ്ങനെയാണ് ഇതിൽ കയറുന്ന ആൾക്കാർ ഇതിൽ പൈസ ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഞായറാഴ്ച ഓടുന്ന പൈസ ഇതിൽ ഇടാൻ വേണ്ടിയാണ് ഈ പെട്ടി വെച്ചത്. അതിന് മുന്നേ അപ്പോഴത്തേക്ക് കൊറോണയൊക്കെ വന്ന് ഇപ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടുന്നില്ല. എന്നാൽ എന്നെ കിട്ടുന്നതിൽ ഒരു ഓഹരി ഞാൻ ഇതിൽ ഇടും. പക്ഷെ ഇതിട്ട് ഒരു വർഷം കഴിയുമ്പോൾ ഈ പെട്ടി പൊട്ടിച്ച് ഏതെങ്കിലും കൊച്ചു പിള്ളേർക്ക് ക്യാൻസർ പറഞ്ഞ ഏതെങ്കിലും കൊച്ചു പിള്ളേർക്ക് നമ്മൾ കൊടുക്കും. കഴിഞ്ഞതിന് കൊടുത്ത് കൊല്ലത്തുള്ള ഒരു കൊച്ചിനാണ് കൊടുത്തത്. ആ കൊച്ചിന് ഒരു 5 വയസ്സായ കൊച്ചു കൊണ്ടുവന്നു. അങ്ങനെ കരഞ്ഞു വീണ് നമ്മൾ അവിടെ ഈ RSSയിൽ അവർ നെയ്ച്ചോറ് കൊണ്ടുവരും എല്ലാ ആഴ്ചയിലും. അപ്പോൾ അവരെല്ലാം കൂടെ നിന്ന് നേരിട്ടാണ് നമ്മൾ ഈ പോലീസുകാരും കൂടെ മുഖാന്തരമാണ് ഈ പെട്ടി പൊട്ടിച്ച് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്തതിൽ എനിക്ക് ഇപ്പോൾ 1675 രൂപ ആ കൊച്ചിന് നമ്മൾ ഈ വർഷത്തെ കൊടുത്ത്. ഇനി അടുത്ത വർഷം അല്ലെങ്കിൽ ഞാനും കൂടെ ഇടും. പിന്നെ കയറുന്നവർ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഇടുന്നുണ്ട്. അത് കൊടുക്കും. ഞാൻ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇതിൽ നിന്ന് ഒരു രൂപ ഞാൻ എടുക്കുകയില്ല. എല്ലാം കൊച്ചു പിള്ളേർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഇത് പൊട്ടിച്ച് ഉള്ള ഒരു ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ചെടി വളർത്തലല്ലാണ്ട് വേറെ ഇഷ്ടപ്പെട്ട ഹോബികൾ ഏതൊക്കെയാണ്? ഹോബികളെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. മൃഗങ്ങൾ എൻ്റെ ഇതിൽ ഇതിനൊക്കെ വണ്ടിക്കകത്ത് കിളി ഉണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ ഇപ്പോൾ കിളി ഇവിടെ ആയിരുന്നു വെച്ചിരുന്നത്, മീൻ ഇവിടെ ആയിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ മീൻ മാറ്റിയിട്ടുണ്ട് വന്ന് ഇതപ്പെട്ട് കിളി വെച്ചപ്പോൾ പോലീസുകാർ എന്നെ വഴക്ക് പറഞ്ഞു ഇങ്ങനെ കിളി വെക്കാൻ പറ്റൂല. എന്നുവെച്ചാൽ അതിൻ്റെ വേറെ ഒന്നും ഉണ്ടല്ല, അതിൻ്റെ ചിലവർക്ക് ഇതിൻ്റെ റിയാക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് അത് നമ്മൾ കൂടുതൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത് മാറ്റിയാണ്. ജീവികൾ, പൂമ്പാറ്റകളോ ചെറിയ പക്ഷികളോ അതൊക്കെ വരും. എൻ്റെ തുമ്പി വന്നിരിക്കും. പിന്നെ ചെറിയ ഈ പോസ്റ്റിലൊക്കെ നിൽക്കുന്ന കിളികൾ അതൊക്കെ വന്ന് ഞാൻ ഭീമവള്ളിയിലാണ് കൂടുതലുള്ളത്. അത് ആ സൈഡിൽ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാം വന്ന് അതിലൊക്കെ വന്ന് കയറി എല്ലാം കൊത്തിപ്പറക്കി തിന്നിട്ടൊക്കെ അത് ഇറങ്ങി പോകുന്നത്. ഞാനതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ഇട്ടാൽ മതി. എല്ലാം കൂടെ വന്ന് വണ്ടിക്കകത്ത് തന്നെ കയറി അത് നോക്കി ഇതിന് ചിലപ്പോൾ അതിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇതിൽ കാണുമായിരിക്കും. അതുകൊണ്ട് അത് കൊത്തിപ്പറക്കി തിന്നിട്ടൊക്കെ ഇറങ്ങിപ്പോകും. എൻ്റെ പേര് അനിയാണ്. എന്നെ അറിയപ്പെടുന്നത് സാഗർ എലിയാസ് അനിയായിട്ടാണ്. മെഡിക്കൽ കോളേജിൽ ലാലകൃഷ്ണൻ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഞാൻ അത് പേരിട്ടത് എന്നെ ഇക്കാണ്, കിടിലം ബ്രോസൊക്കെയാണ് എന്നൊക്കെ ഈ പേര് ഇട്ട് തന്നത്. ഒക്കെയാണ് എന്നെ ഫസ്റ്റിലെ ഫേമസ് ആക്കുന്നത്. അനിയെന്ന് പറഞ്ഞപ്പോൾ കൈക്ക പറഞ്ഞാൽ അത് ഒരു വെറൈറ്റി ഇല്ല, ഇങ്ങനെ ഒരു പേര് കിടക്കട്ടെ എന്ന് പറഞ്ഞ് കാക്കയുടെ ഇഷ്ടത്തിലാണ് എന്നെ ഈ പേര്. പരിസ്ഥിതി സൗഹാർദ്ദത്തിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും മുമ്പോട്ടുള്ള ചേട്ടന്റെ ജീവിതത്തിലും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. ക്യാമറാമാൻ മണികണ്ഠനോടൊപ്പം വീണ MS, യോഗനാഥം ന്യൂസ്, തിരുവനന്തപുരം.